കെട്ടുകഴിഞ്ഞ് സദ്യയും കഴിച്ച് ഓരോരുത്തരായി പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ചെക്കന്മാരെയും പെൺകുട്ടികളെയും കൂട്ടി ക്യാമറമാൻ ഇരുന്നും കിടന്നും ഫോട്ടോ എടുക്കാൻ പ്രയത്നം നടത്തി. അവസാനം വിശപ്പിന്റെ വിളിയങ്ങ് ഒറ്റസ്ഥായിലെത്തിയതും അന്വേഷണത്തിന് ഇടപെടേണ്ടി വന്നു. ഇല്ലെങ്കിൽ പെൺകുട്ടികൾ ബോധമറിഞ്ഞ് നിലം പതിക്കുമെന്ന് അവന് തോന്നി. ഒന്ന് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി പന്തലോട്ട് കയറിയതും അവിടെയും അതാ ക്യാമറ കണ്ണുകൾ. ചേച്ചി, ഞാൻ ഇവമ്മയുടെ കണ്ണിൽ അച്ചർ വാരി എറിയും, നോക്കിക്കോ. കൃഷ്ണ നല്ല ചൂടിലാണ്. ഒന്നും മിണ്ടണ്ട, അതവിടെ കടമയല്ലേ. പ്രതിഫലം വാങ്ങുമ്പോൾ അതിനതൊക്കെ പണിയെടുക്കണ്ടേ? മല്ലി കൃഷ്ണയുടെ ചെവിയിലായി പറഞ്ഞു. പിന്നെ ഗതികെട്ട് എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവർ എണീറ്റു. നാട്ടുകാരെല്ലാം പിരിഞ്ഞു പോയപ്പോൾ പിന്നെ വീട്ടുകാർ മാത്രമായി. വൈകുന്നേരം പ്രത്യേകിച്ച് പാർട്ടിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മല്ലിയുടെയും അമ്മയുടെയും സഹോദരിമാരും തിരികെ വീട്ടിലേക്ക് മടങ്ങി. എലൈനും നന്ദകിഷോറും അവിടെ വീട്ടിലേക്ക് പോയി. ഗീതയ്ക്ക് മകളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ തന്നെ കഴിയാമെന്ന് തീരുമാനിച്ചു. സന്ധ്യ യാമത്തോടടുത്തതും ഉണ്ണിയുടെ അമ്മയും ഗീതയും കൂടെ പെൺകുട്ടികളെ സെറ്റ് സാരി ഉടുപ്പിച്ചു. മോളെ, നിങ്ങളൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ അവൻ്റെ അച്ഛനേക്കേണ്ട അനുഗ്രഹം വാങ്ങണം, ഗീത മല്ലിയെ ചേർത്ത് നിർത്തി പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അമ്മേ. ചേച്ചിയോട് കാണിച്ച നെറുക്കെട്ടിന് അയാളെ കൊല്ലുകയാണ് വേണ്ടത്, തുളസി ദേഷ്യത്തോടെ പറഞ്ഞു. നീ മിണ്ടരുത്, നിനക്കതിൻ്റെ കാര്യ ഗൗരവം വല്ലതും അറിയോ? ഗീത തുളസിയെ നോക്കി കണ്ണുരുട്ടി. എൻ്റെ ഗീതമേ, ഞാൻ തുളസിയേട്ടത്തിൻ്റെ ഭാഗത്താ. അയാളുടെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങി എൻ്റെ മല്ലിയേട്ടത്തേക്ക് ജീവിക്കേണ്ട ഒരു ഗതികേടും വന്നിട്ടില്ല. തുളസിയേട്ടത്തിയോ? ഇതപ്പോ? തുളസി അതിശയത്തോടെ കൃഷ്ണയെ നോക്കി ചോദിച്ചു. എൻ്റെ ഏട്ടൻ നിന്നെ താലി കെട്ടിയത് മുതൽ പിന്നെ നാത്തുൻ പോര് വലുത് എടുക്കാമെന്ന് കരുതി നീ വന്നാൽ നിന്നെ ഞാൻ ചിരവിയെടുത്ത് തലയ്ക്കടിക്കും, നോക്കിക്കോ. ഈശ്വരാ, എൻ്റെ തല. ഇവൾ വേണമെങ്കിൽ അതും ചെയ്യും. പാവം കിരണിൻ്റെ കാര്യം എന്താകും എന്തോ, തുളസി ഒരു ആത്മകഥം പോലെ പറഞ്ഞു. എൻ്റെ മോൾക്ക് വിവരമൊക്കെ വെച്ചോ? എൻ്റെ അമ്മേ, ഇത് എപ്പോഴും ഇങ്ങനെ വിളിക്കുമെന്ന് വിചാരിക്കേണ്ട, എനിക്ക് തോന്നുമ്പോൾ മാത്രം. നീ നല്ല തല്ലുകൊള്ളും കൃഷ്ണേ. ഏട്ടൻ്റെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കണം. ആരെ? ഇവളെയോ? അത് ഞാനോ? കൃഷ്ണ ആക്കി ചിരിച്ചു. ഓ മതി, എന്താ പിള്ളേരെ ഇത്? ഇനിയും കുട്ടികളെ മാറാറായില്ലേ? ദാ ഈ പാല് പിടിക്ക്, എന്നിട്ട് 3 പേരും മുറിയിലേക്ക് ചെല്ല്. ഗീത അവിടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് വെച്ച് കൊടുത്തു. ഓ, ഇനി ഇത് കൂടി കുടിക്കാത്തതിൻ്റെ കുറവുണ്ടായിരുന്നു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ, നോക്കിക്കോ. കൃഷ്ണ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടൽ നടത്തി. ഡി, നീ ഇപ്പം മനസ്സിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നിന്റെ ഏട്ടനോട് എനിക്കും ചെറിയൊരു പ്രതികാരമുണ്ട്. എന്തേലും കുരുട്ടുപുതി തലയിൽ ഉദിക്കുവാണെങ്കിൽ എനിക്ക് കൂടി പറഞ്ഞു തരണേ, തുളസി ആരും കേൾക്കാതെ കൃഷ്ണയുടെ ചെവിയിലായി പറഞ്ഞു. മോളെ, ഇനി നിന്റെ പേടിയും ടെൻഷനും ഒന്നും മാറിയില്ലേ? ഇനിയും ആ കുട്ടിയെ വേദനിപ്പിക്കാനാണോ പരിപാടി? അല്ലമ്മേ, എന്തോ ഒരു ടെൻഷൻ പോലെ. മുൻപ് ഏട്ടൻ്റെ കൂടെ കിടന്നപ്പോൾ ഒന്നുമില്ലാത്തൊരു പരവേശം. അതൊക്കെ ഇന്നൊരു ദിവസം കഴിയുമ്പോൾ മാറിക്കൊള്ളും. മോൾ ഇത് കൊണ്ട് മുറിയിലേക്ക് ചെല്ല്. അവർ മല്ലിയോട് സംസാരിക്കുന്ന നേരം കൊണ്ട് കൃഷ്ണ കുറച്ച് ഉപ്പെടുത്ത പാലിൽ കലക്കി. പാലെ കുച്ചു അല്ലേ, നീ ഇന്ന് ഉപ്പിട്ട പാല് കുടിക്ക്. ഡി, കുറച്ച് എനിക്കും. തുളസി അടുത്ത് നിന്ന് കൃഷ്ണയെ തോണ്ടി. അവൾ കുറച്ചുപ്പ് തുളസിയുടെ ഗ്ലാസ്സിലേക്കും ഇട്ടുകൂടി കൊടുത്തു. വന്നേ. അവർ അവരെയും കൊണ്ട് ഹാളിലേക്ക് ചെന്നു. മുകളിൽ 4 വലിയ മുറികളാണുള്ളത്. മുകളിലായിരുന്ന നാരായണൻ താഴെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവൾ പാൽ ഗ്ലാസ് ഗീതയുടെ കയ്യിലേക്ക് കൊടുത്ത് നാരായണൻ്റെ മുറിയിലേക്ക് കയറി. ഉറക്കത്തിലായിരുന്ന നാരായണൻ്റെ കാൽ തൊട്ട് വന്ദിച്ച് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. അവൾ പതർച്ചയുടെ ഗീതയുടെ മുഖത്തേക്ക് നോക്കി. സാറില്ല എൻ്റെ കുട്ടി, ഇത്രയെങ്കിലും ചെയ്തല്ലോ, അത് മതി. അവന് ജന്മം കൊടുത്ത അച്ഛനാണ്. അതാ മോളെ, എനിക്ക് മനസ്സിലാകും അമ്മേ. എന്നാൽ നിങ്ങൾ മുകളിലേക്ക് ചെല്ല്. ഇന്നലെ മുതലുള്ള ഓട്ടാണ്. ഇന്നൊന്ന് സമാധാനത്തോടെ ഉറങ്ങണം. ഗീത അവരെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് ഉണ്ണിയുടെ അമ്മയെയും കൂട്ടി റൂമിലേക്ക് പോയി. ചേച്ചി, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ദയവ് ചെയ്ത് കുളമാക്കരുത്, തുളസി മല്ലിയെ നോക്കി പറഞ്ഞു. അത് വേണോ? വേണം. ദേ ചേച്ചി, നമ്മളെ ചതിക്കാനാണ് പരിപാടിയെങ്കിൽ നാളെ നിങ്ങൾ കെട്ടിയന്മാരെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. കൃഷ്ണൻ മല്ലിയെ നോക്കി ഭീഷണി മുഴക്കി. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ പറഞ്ഞ പോലെ ചെയ്തോളാം. പിന്നെ അതല്ലാതെ വേറൊരു പരിപാടി കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏട്ടൻ പാവമായതുകൊണ്ടാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയത്. അതെന്താ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഈ പാലിൽ ഞങ്ങൾ ഉപ്പ് കലക്കി. അങ്ങനെ ഇപ്പോൾ ആദ്യരാത്രി ആഘോഷിക്കേണ്ട, തുളസി ചിരി കടിച്ചമർത്തി പറഞ്ഞു. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ? അവർ പാവല്ലേ? പാവമൊന്നുമല്ല, അവരുടെ കയ്യിലിരിപ്പ് മോശമാണ്. ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതാ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടതാ. എന്നിട്ട് കേൾക്കാതെ ആ മാക്കാനെ പിടിച്ച് എൻ്റെ തലയിൽ കെട്ടി വെച്ചു. നോക്കിക്കോ, ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. കൃഷ്ണ സാരിയും പൊക്കി പിടിച്ച് ചാഴത്തുള്ളിയും മുകളിലേക്കുള്ള പടികെട്ടുകൾ കയറി. ഇവിടുന്ന് കിരൺ ചേട്ടനെ കൊല്ലുന്ന ലക്ഷണമുണ്ട്. വാ ചേച്ചി. തുളസിയും മല്ലിയും കുട്ടിയും മുകളിലേക്കുള്ള പടികൾ കയറി. കിരൺ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് കല്ലിൽ നിന്ന് മുല്ലപ്പൂ കട്ടിലേക്ക് വിതറി. ഓ, ഞാനിന്ന് പൊളിക്കും, എനിക്ക് വയ്യ. എൻ്റെ സണ്ണി ചേച്ചി കാത്തോളണേ. ഈ കട്ടിലിനൊക്കെ ബലമുണ്ടോ ആവോ?
അവൻ കട്ടിലേക്കിരുന്ന് ചാടി നോക്കി. കൊള്ളാം, നല്ല ബലം. കിരൺ കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്ന് മീശ ഒന്ന് പിരിച്ചു വെച്ചു. ഹായ്, കൊള്ളാലോ. ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്. ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ഫ്രൂട്ട്സ് കണ്ട് അവൻ ഓരോന്നും എടുത്തു നോക്കി. ഇതിൽ ഏതിൽ തുടങ്ങും? ആ കുട്ടിപ്പിശസിന് എന്തായിരിക്കും ഇഷ്ടം? ആപ്പിൾ കൊടുക്കാം. ദാ കഴിക്ക്. അങ്ങനെ പറയാതെ കുറച്ച്. ഓ, എനിക്ക് വയ്യ. അവൻ സ്വയമേ പറഞ്ഞ് ഒന്ന് കുളിരി കോരി. പെട്ടെന്നാണ് വാതിൽ നിൽക്കുന്ന കൃഷ്ണയെ അവൻ കണ്ടത്. ആപ്പിൾ ഇഷ്ടമല്ലേ? അവൻ അവളെ കണ്ട് പരങ്ങളോടെ ചോദിച്ചു. നിന്റെ ജൂൺ ജൂലൈ മാസത്തിലല്ലേ? ഇപ്പോൾ ഞാൻ നിന്റെ ഭാര്യപ്പിളക്കി തരാടാ, കൃഷ്ണ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് നാണം അഭിനയിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്തെവിടെ ഒറ്റയ്ക്ക് പരിപാടി? അത് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ നല്ലതാണെന്ന് നോക്കിയതാ. ആണോ? എന്നിട്ട് നല്ലതാണോ? എല്ലാം നല്ലതാ, ഒരു കുഴപ്പമില്ല. വേണോ? ഏയ്, എനിക്കിതൊന്നും ഇഷ്ടമല്ല. കൃഷ്ണ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ച് കട്ടിലേക്ക് ചെന്നിരുന്നു. ചുറ്റിലും നോക്കി. അത് മനസ്സിലായില്ലേ? മുല്ലപ്പൂവ് നല്ല മണമായിരിക്കും. അപ്പോൾ ഇതൊക്കെയോ? അവൾ അവിടുത്തെ അലങ്കാരം നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ ചെയ്താ. നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയാ, കൊള്ളാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അവൾ നാണത്തോട് ചോദിച്ചു. ഇന്നു മുതൽ ഞാൻ നിന്റെ ഭർത്താവും നിന്റെ ഭാര്യയുമാണ്. ആണോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഇന്ന് രാവിലെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ, അപ്പോൾ മുതൽ. ശരിക്കും? ആന്നേ. അപ്പോൾ നമ്മളിനി ഒന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നാ, കൃഷ്ണ ആലോചനയോടെ പറഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? അവൻ കൃഷ്ണയുടെ അടുത്തായി ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ഇരുന്നോ. അവൻ അവൾക്കടുത്തായിരുന്നു. അതെ, മനസ്സിൽ എന്നോട് എന്തെങ്കിലും നീരസമുണ്ടെങ്കിൽ അതൊക്കെ കളയണം. നമ്മളിനി നല്ലൊരു ഭർത്താവും ഭാര്യയുമായിരിക്കും. അതൊക്കെ ഞാൻ എപ്പോഴേ കളഞ്ഞോ? വാതിലിന് പുറത്ത് കളഞ്ഞിട്ടാ ഞാൻ അകത്തേക്ക് കയറിയത്. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്, നമുക്ക് കിടന്നാലോ? അവൻ നാണത്തോടെ കട്ടിലേക്ക് നോക്കി പറഞ്ഞു. കിടക്കാം, പക്ഷെ അതിനു മുന്നേ പാല് കുടിക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. കൃഷ്ണൻ ടേബിളിടുന്ന പാൽ ഗ്ലാസ് കയ്യിലെടുത്ത് അവൻ്റെ മുന്നിലേക്ക് നീട്ടി. കുടിക്ക്. ആദ്യം ഭർത്താവാ കുടിക്കേണ്ടത്, അത് കഴിഞ്ഞ് ഭാര്യ. ഏയ്, അത് വേണ്ട. ആദ്യം ഭാര്യ ഊറ്റിയിട്ട് വേണം ഭർത്താവ് ഉണ്ണാനെന്നാ. അതുകൊണ്ട് നീ കുടിച്ചോ. എനിക്ക് പാലൊന്നും ഇഷ്ടമല്ല. ഞാനേ അങ്ങനെ കുടിക്കാറില്ല. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി എനിക്ക് തന്നാൽ മതി. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടാ. ചേട്ടൻ കുടിച്ചോ. നിനക്കിത് ഇഷ്ടമല്ലല്ലേ? നിന്നിന്ന് ഞാൻ കുടിപ്പിക്കും മടി. അവൻ ബലമായി അവളുടെ കയ്യിൽ പിടിച്ച് ബാഗിലേക്ക് തിരിച്ചു. വിരട കാല എൻ്റെ കൈ. കാലം നിന്റെ തന്ത. എൻ്റെ അച്ഛനെ പറയുന്നോ? തീണ്ടി പട്ടി. എന്നെ വിരട, എനിക്ക് കൈ വേദനിക്കുന്നു. നീ പാൽ കുടിക്കില്ലല്ലേ? നീ എന്നും ബൂസ്റ്റ് കലക്കി പാൽ കുടിക്കുന്നത് പിന്നെ എന്താടി? വിരട, നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാടി. നീ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കുള്ള പണിയുമായിട്ട് തന്നെയാണ് വരുമെന്ന്. നിന്റെ ഒരു നാണം. കുടിക്കടി. അവൻ മറ്റേ കല്ലിരുന്ന പാൽ ഗ്ലാസ് പിടിച്ചു വാങ്ങി അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു. അവൾ പാൽ പുറത്തേക്ക് തുപ്പി തല അങ്ങോട്ടും ഇങ്ങോട്ടും വെടിച്ചു. കുടിക്ക്. എന്നെ കുടിപ്പിക്കാൻ നീ ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ? അവൻ പാൽ മൊത്തം അവളുടെ വായിലേക്ക് കമഴ്ത്തി. കുറേ പാല് വായിലും കുറേ പാല് ദേഹത്തുമായി കളഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ടടി? ആണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. നീ എന്താ കരുതിയേ ഞാൻ വെറും പൊട്ടനാണെന്നോ? പോടാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ എന്താ പാൽ കലക്കിയത്? പറയടി. അത് ഞാനൊന്നും കലക്കിയില്ല. കള്ളം പറയുന്നോ? അത് കുറച്ച് ഉപ്പിട്ടതാ. ഹോ, എനിക്ക് വയ്യ. ഇതാ പറയുന്നേ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുകയെന്ന്. അവൾ ആലോചനയുടെ കട്ടിലേക്കിരുന്നു. അടുത്ത പണി ആലോചിക്കുവാണോ മോള്? അവളില്ലെന്ന് ചുമലനക്കി കാണിച്ചു. ഞാനൊരു കാര്യം പറയാം. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഇതുപോലുള്ളത് നീ തന്നെ ഇരുന്ന് വാങ്ങിക്കും. കേട്ടല്ലോ? പോടാ. നീ പറയും പോലെ കേൾക്കാൻ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. അവൾ പിള്ളിയെടുത്ത് അവൻ്റെ നേർക്ക് എറിഞ്ഞു. കാന്താരി മുളകിൻ്റെ അത്രയുള്ളൂ. എങ്കിലും കയ്യിരിപ്പ് കണ്ടില്ലേ? നിന്നെ ഇന്ന് ഞാൻ. അവൻ അവളെ അടിക്കാനായി കൈ നീട്ടിയതും അവൾ സാരിയും വലിച്ചു പൊക്കി കട്ടിലിൻ്റെ പുറത്തേക്ക് കയറി. അയ്യേ, ഇവൾക്ക് നാണമില്ലേ? പോടാ തേണ്ടി. അവൻ പിടിക്കാനായി കട്ടിലേക്ക് കയറി. അവൾ വേഗം അപ്പുറത്തെ സൈഡിലേക്ക് ചാടി. അവളോടി വാതിലിൻ്റെ അടുത്തായി ചെന്ന് നിന്നു. ഇനി നീ എങ്ങോട്ട് പോകുമടി? പുറത്തോട്ട് പോയാൽ നിന്റെ അമ്മ ഇന്ന് നിന്നെ ശരിയാക്കും. വാടാ, വാ. അവൾ അവനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി. അവൻ അവളെ പിടിക്കാനായി ചെന്നതും അവൾ വാതിലിൻ്റെ അടുത്തുനിന്ന് മാറി അവനെ പിടിച്ച് പുറത്തേക്ക് തള്ളി വാതിലടച്ചു. തുറക്കടി. എടി, നിന്നോടാ കഥക് തുറക്കാൻ പറഞ്ഞത്. പോടാ. നീ ഇന്ന് പുറത്ത് കിടന്നാൽ മതി. എന്നോടാ നിന്റെ കളി. അവൻ്റെ ഒരു മുല്ലപ്പൂവും തോരണങ്ങളും അവൾ കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. അവൻ വീണ്ടും കഥകിൽ തട്ടി വിളിച്ചു. അളിയാ, മതി, ഇനി വിളിക്കണ്ട. ഇതെവിടുന്നാ? അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അളിയോ, നീയും പുറത്തായോ? എനിക്കറിയായിരുന്നു നിന്നെ അവൾ പുറത്താക്കുമെന്ന്. അതാ ഞാൻ ഇവിടെ തന്നെ കാത്തു നിന്നത്. നമ്മുടെ അനീഷ് ഭാഗ്യവാനാണെന്ന് തോന്നുന്നു. എല്ലാം ഇവളുമാരുടെ പ്ലാനിങ് ആടാ. അതിനുള്ള 8ന്റെ പണി നമുക്ക് കൊടുക്കാടാ. കൂയി. പെട്ടെന്നൊരു കുവൽ കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അളിയ, നീയും?
കിരൺ അനീഷിനെ നോക്കി ചോദിച്ചു. അല്ല, എൻ്റെ കാര്യം പോട്ടെ, ആ കുട്ടിപ്പിശാച്ച് ഇങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളൊക്കെ എങ്ങനെ പുറത്തായത്? കിരൺ സംശയത്തോടെ രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. ഉണ്ണി കുറച്ച് ബാഗിലോട്ട് പോയി. കണ്ട അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറി കൂടിയതാ പെണ്ണെ നീ. ഒരിക്കലും സ്വന്തമാകില്ലെന്ന് കരുതി. എന്നിട്ടും എൻ്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ നിന്നെ അറിയിച്ചു. അയാളെ വെടിച്ച് നമുക്കൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും എവിടെ ഒരു പ്രതീക്ഷ? ഉണ്ണി പാൽ ഗ്ലാസും കയ്യിൽ പിടിച്ച് നാണത്തോടെ നിൽക്കുന്ന തുളസിക്കടുത്തേക്ക് ചെയ്യുന്നു. എന്നിട്ടാണോ ഉണ്ണിയേട്ടൻ നാട്ടിൽ പോയപ്പോൾ എന്നെ വിളിക്കാതിരുന്നത്? അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ആരെയും വിളിക്കാനോ സംസാരിക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയില്ലായിരുന്നു എനിക്ക്. എൻ്റെ അമ്മയും നാട്ടുകാരും എല്ലാവരും പറഞ്ഞ് ഉണ്ണിയേട്ടൻ ചേച്ചിയും കൊണ്ട് ഒളിച്ചോടി പോയതാണെന്ന്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ ഉണ്ണിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. എൻ്റെ മനസ്സ് മുഴുവൻ നീയല്ലേ പെണ്ണേ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉണ്ണിയേട്ടൻ സത്യം പറയോ? നീ ചോദിക്ക്. എപ്പോഴെങ്കിലും ഉണ്ണിയേട്ടനെ ചേച്ചിയോട് ഇഷ്ടം തോന്നിയിരുന്നോ? നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നിനക്കെന്നെ സംശയമാണോ പെണ്ണേ? മല്ലി എൻ്റെ കൂടപ്പിറപ്പാണ്, അല്ലാതെ വേറൊരു മുഖവും എൻ്റെ മനസ്സിൽ ഇതുവരെയും തോന്നിയിട്ടില്ല. അങ്ങനെയല്ല ഉണ്ണിയേട്ടാ, എനിക്ക് എന്നെ സംശയമാണെന്നല്ല ഞാൻ ചോദിച്ചതിനർത്ഥം. എന്നെ ഇഷ്ടപ്പെടാതെ ഇരുന്നിരുന്നു എങ്കിൽ ചേച്ചിയെ കല്യാണം കഴിക്കുമായിരുന്നു എന്നാ? ഒരിക്കലുമില്ല. അവളെ കണ്ട അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ വാത്സല്യം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അവളെ കാണുമ്പോൾ കൃഷ്ണയെ കാണുന്നത് പോലെയാണ് തോന്നാറ്. ഞാൻ ഉണ്ണിയേട്ടനെ സംശയിച്ച് ചോദിച്ചതല്ല. അമ്മ വരെ അന്ന് തറപ്പിച്ച് പറഞ്ഞിരുന്നു ഉണ്ണിയേട്ടന് ചേച്ചി ഇഷ്ടമായിരുന്നെന്ന്. അതാ ഞാൻ ചോദിച്ചത്. അപ്പം നിന്റെ സംശയം മാറിയില്ലേ? മാറി. അല്ല, ഇങ്ങനെ കാര്യം പറഞ്ഞിരുന്ന നേരം വിളിപ്പിക്കാനാണോ പ്ലാൻ? ഇങ്ങനൊരു ദിവസം ഇന്ന് മാത്രമേ കിട്ടൂ. അവൻ തുളസിയെ ചേർത്ത് പിടിച്ചു. അല്ലുണ്ണിയേട്ടാ, ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് വ്രതമാണ്. വ്രതോ? അതെന്തിനാ? ഉണ്ണി കണ്ണ് തള്ളി ചോദിച്ചു. അതില്ലേ, ഉണ്ണിയേട്ടനെ എനിക്ക് കിട്ടാൻ വേണ്ടി ഇട്ടതാ. കല്യാണം കഴിഞ്ഞ് 3 ദിവസം വ്രതം എടുത്ത് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാമെന്ന്. അത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആവാലോ. ഏയ്, അതൊന്നും പറ്റില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടാ ഇപ്പം ഇങ്ങനൊരു മുഹൂർത്തം ഉണ്ടായതെന്നറിയോ? അപ്പോൾ നമ്മൾ ദൈവത്തെ മറക്കാൻ പാടുണ്ടോ? ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചെന്ന് അങ്ങനെ പറയും. അതുകൊണ്ട് ഉണ്ണിയേട്ടൻ പുറത്ത് കിടന്നേ പറ്റൂ. അതിന് പുറത്ത് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ തന്നെ കിടക്കാം. വ്രതം മുടക്കാതിരുന്ന പോരെ? അതൊന്നും പറ്റില്ല. ഇവിടെ കിടന്നാൽ ഉണ്ണിയേട്ടൻ ചിലപ്പോൾ വ്രതം തെറ്റിക്കും. അതുകൊണ്ട് എൻ്റെ നല്ല കുട്ടീന്ന് പുറത്ത് കിടന്നു. പോകുന്നതിന് മുന്നേ ഈ പാല് കൂടി കുടിച്ചിട്ട് വയ്ക്കോ. അവൾ പാല് ഗ്ലാസ് അവൻ്റെ മുന്നിലേക്ക് നേടി. ഓ, എനിക്കങ്ങ് വേണ്ട. ആദ്യ രാത്രി ഇല്ലാതെ പിന്നെ എന്തിനാ ഈ പാല് കുടിക്കുന്നേ? ഇതെൻ്റെ സന്തോഷത്തിനാണ്. ഉണ്ണിയേട്ടൻ ഇത് കുടിച്ചേ പറ്റൂ. തുളസി നിർബന്ധിച്ചു. നീ കുടിച്ചോ? ഇല്ല, ഇത് ഏട്ടനുള്ളതാ. ഞാൻ ഈ മൂലയിൽ എവിടെയെങ്കിലും കിടന്നോളാം പ്ലീസ്. അവൻ അവളുടെ മുന്നിൽ കെഞ്ചി. ഇല്ല, പറ്റില്ല. ഇന്ന് പുറത്ത് കിടന്നേ പറ്റൂ. ഉണ്ണിയേട്ടന് പറ്റില്ലെങ്കിൽ ഞാൻ പോയി കിടക്കാം. എന്താ? ഓ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അവനൊരു പരിഭവത്തോടെ പുറത്തേക്ക് ഇറങ്ങി. ഉണ്ണിയേട്ടാ, പാല് കുടിച്ചില്ല. എനിക്ക് വേണ്ട, നീ തന്നെ കുടിച്ചോ. അവൻ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞു. പാവം, ഒരുപാട് വിഷമം തോന്നിക്കാണും. അവൻ്റെ പോക്ക് കണ്ട തുളസിക്ക് സങ്കടം തോന്നി. സാരില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ. 2 മാസം ഞാൻ ഇതിനേക്കാളും വേദന അനുഭവിച്ചില്ലേ. അപ്പോൾ ഒന്ന് പുറത്ത് കിടക്കട്ടെ. അപ്പോൾ ഈ പാലോ? അവൾ ഒപ്പിട്ട പാലിലേക്ക് നോക്കി. ആ, അത് അവിടെ ഇരിക്കട്ടെ. അവൾ ആ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചു. എൻ്റെ ഉണ്ണിയളിയാ, ഇതിവർ പ്ലാൻ ചെയ്ത് വന്നത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 3 പേരും ഒരുമിച്ച് അങ്ങനെ പുറത്ത് വരും. നീ പറഞ്ഞത് ശരിയാ കേൾണേ. ഇത് അവരുടെ പ്ലാൻ തന്നെയാണ്. അല്ലടാ നിഷേ, നീ എങ്ങനെ പുറത്തായത്? അവൾ എന്തായാലും ഇങ്ങനത്തെ പണിയൊന്നും ഒപ്പിക്കാൻ വഴിയില്ല. ഉണ്ണി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നോട് തുളസി പറഞ്ഞു തന്നെയാ അവളും എന്നോട് പറഞ്ഞത്. എന്തോ വ്രതമാണെന്നും ക്ഷേത്രത്തിൽ പോയതിനു ശേഷം മാത്രമേ ആദ്യ രാത്രി പാടുള്ളൂ എന്നും അനീഷ അവരോട് കള്ളം പറഞ്ഞു. ആണോ? 3 കള്ളികളാണ്. എൻ്റെ ഉണ്ണിയളിയാ, ഞാൻ നിങ്ങളെ പെങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച് നിനക്ക് പണി കിട്ടാതെ നോക്കിക്കോ. എന്തൊക്കെയായിരുന്നു മൂക്ക് കൊണ്ട് ക്ഷെണ്ണ വരപ്പിക്കും പോലും. നോക്കിക്കോ അളിയ, ഞാൻ വരപ്പിക്കും. നീ അങ്ങോട്ട് മാറ്, എനിക്ക് ഉറക്കം വരുവാ. നമുക്കിതോ ആ റൂമിൽ പോയി കിടക്കാം. ഉണ്ണി കിരണിനെ പിടിച്ചു മാറ്റി റൂമിന് നിരക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ഞാനും ഉണ്ട്. കിരൺ ഉണ്ണിയുടെ പുറകെ പോയി. അളിയോ, ഇങ്ങനെ നിന്ന് കാല് കഴിക്കാതെ വന്ന് കിടക്കാൻ നോക്ക്. കിരൺ അനീഷിനെ നോക്കി പറഞ്ഞു. അവരുടെ പോക്ക് കണ്ട് അനീഷ് ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ വന്നോളാം, നിങ്ങൾ കിടന്നോ. അവൻ തിരിഞ്ഞ് അവിടെ റൂമിന് നേർക്ക് നോക്കി. വാതിൽ ചാരി അവനെ തന്നെ നോക്കി നിൽക്കുന്ന മല്ലിയെ കണ്ടതും അവരൊന്ന് കണ്ണടച്ച് കാണിച്ചു. എന്നിട്ടൊരു പുഞ്ചിരിയോടെ അവൻ അവർ പോയ റൂമിന് നേർക്ക് നടന്നു.